വെള്ളപ്പൊക്കം വന്നാലും ശരി ഡാമിൽ വെള്ളമില്ലാതാക്കാനുള്ള വിദ്യയും അയാൾ പറഞ്ഞു തരാമെന്ന്. ആ ഓം പറഞ്ഞു തരാമെന്ന് നമ്മക്കറിയാം. ഇവൻ എന്താ കരുതിയിരിക്കുന്നത്? പവറോൾ ഓന്റെ ഉമ്മാന്റെ പണ്ടാരത്തിനെ കൊന്ന് കടലിൽ താഴ്ത്തിയാലോ? അരമണിക്കൂർ, വെറും അരമണിക്കൂർ മതി തിരുമുൽപ്പാട് വായടയ്ക്കാൻ. നമ്മൾ കൊടുക്കുന്ന പണത്തോടൊപ്പം ഒരു സമ്മാനം കൂടി കൊടുക്കാൻ പവറോൺ തീരുമാനിച്ചു. അതേ പെട്ടിയിൽ ഒരു കുഞ്ഞു ടൈം ബോംബ്. ഞാനിത് സമ്മതിക്കില്ല. നീ മിണ്ടരുത്. നീയും ഞങ്ങളും തമ്മിലുള്ള ധാരണ അതാണ്. കേരളത്തിൽ നടന്ന 4 ജുഡീഷ്യൽ എൻക്വയറി റിപ്പോർട്ടിൽ SP മായാപ്പിള്ളയുടെ പേര് കൊത്തിവെച്ചിട്ടുണ്ട്. അത് മറക്കണ്ട. കുറച്ചു കാലമായി ഞാൻ ശ്രദ്ധിക്കുന്നു നിനക്കൊരു മനംമാറ്റം. ഈ ബോംബ് ബ്ലാസ്റ്റിൽ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. എല്ലാവരും എന്നെ കാത്തിരിക്കായിരുന്നല്ലേ? പിന്നെ അല്ലാതെ, ഞങ്ങളുടെ കാണപ്പെട്ട ദൈവമല്ലേ തിരുമുൽപ്പാട് സാറ്. പിന്നെ വല്ലാതെ അങ്ങ് സൂപ്പിക്കല്ലേ പിള്ളാച്ചാ. ഇനി പുഷ്പാഞ്ജലിയും പാലാഭിഷേകവും നടത്താത്ത കുറവേ ഉള്ളൂ. തനിക്കൊരു രക്താഭിഷേകം നടത്തി ശുദ്ധി വരുത്താനാ ഞങ്ങളുടെ പ്ലാൻ, അല്ലേ പിള്ളാച്ചാ? ഞാൻ ചോദിച്ച കാശ് എവിടെ? 1-2 രൂപയുടെ ലാഭമല്ലോ ഉണ്ടാക്കി തന്നത്. അതങ്ങ് കൊടുക്കരുതോ ഗോപിക്കുട്ട. ഒന്നട്ടെ. ബ്ലാക്കാ? വൈറ്റ് ആണല്ലെന്നറിയാം, കള്ളനോട്ടൊന്നുമല്ലല്ലോ. ഞങ്ങളുടെ മനസ്സ് പോലെ കള്ളമില്ലാത്തതാ ഞങ്ങളുടെ നോട്ടും, അല്ലേ എന്താ? പിന്നെ നോണൊന്നുമില്ലേ? നോൺ വെജും വെജും AC-യിലും നോൺ AC-യിലും വേണ്ട വിധത്തിൽ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടോ. ഇതൊന്നും സാറിന്റെ കാര്യം പോയി. ആ പിന്നെ കസ്റ്റഡിയിലെടുക്കാം, അറസ്റ്റ് ചെയ്യാം. ട്രൈബ്യൂണലിന്റെ അനുവാദത്തിന് കാത്തു നിൽക്കേണ്ട. ഞാൻ സ്വയം കീഴടങ്ങുന്നു. എന്നോട് സുപ്പീരിയർ ഓഫീസർ എന്നുള്ള ബഹുമാനം വേണ്ട, ഒരു കുറ്റവാളിയോടുള്ള പരിഗണന മതി. ഇല്ല, മാഡത്തെ ഞങ്ങൾ മാപ്പ് സാക്ഷിയാക്കാം. ഈ നിമിഷം മുതൽ നിങ്ങൾ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. പക്ഷേ വലയ്ക്ക് പുറത്ത് നിൽക്കുന്ന തിമിംഗലങ്ങൾ അകത്താകുന്നതുവരെ നമ്മൾ 4 പേരൊഴിച്ച് മറ്റൊരാളിത് അറിയരുത്. പ്രത്യേകിച്ച് കേരള പോലീസിലെ ഏമാന്മാർ. മനസ്സറിഞ്ഞാണ് ഈ കുറ്റസമ്മതമെങ്കിൽ നിങ്ങളെ വിശ്വസിച്ച്, നിങ്ങൾ ധരിക്കുന്ന മുദ്ര വെച്ച തൊപ്പിയെ വിശ്വസിച്ച് ഞങ്ങൾ പോകുന്നു. നിങ്ങളെ ചതച്ച് രക്ഷപ്പെട്ടു പോയാലും എനിക്ക് വിധിക്കുന്ന ശിക്ഷ മരണമാണ്. യൂണിഫോം അണിഞ്ഞ് നീതി നടത്താൻ എനിക്ക് കഴിഞ്ഞില്ല. ഇപ്പോ എനിക്ക് എന്നോട് തന്നെ നീതി കാണിക്കണം. നിയമത്തിന് ഞാൻ കീഴടങ്ങും. നിങ്ങൾക്കെന്നെ വിശ്വസിക്കാം. അതെ, അവനും അവന്റെ കുണ്ടന്മാരും കൂടെ മുങ്ങി തപ്പി എടുത്തതൊക്കെ ചാരമാക്കി തെങ്ങിനിട്ട് നമ്മൾ 3 രക്ഷപ്പെട്ടു. പക്ഷേ തെളിവിനൊരു കീറ കടലാസ് പോലും ഇല്ലാതെ അവൻ നമ്മളെ എന്നാ പുല്ലുലത്താനാ. ഇത് നമുക്കൊന്ന് സെലിബ്രേറ്റ് ചെയ്യണം. റോയൽ സെലിബ്രേഷൻ. എവിടെ? മുകളിലാണ് സർ.
കമ്മീഷണർ ചത്തല്ലോ, ഇനി സിറ്റി ഒറ്റയ്ക്കങ്ങ് ഭരിച്ചോ. സർ പ്ലീസ്. എന്തോന്ന് പ്ലീസ്? ഇന്നലെ ഒരൊറ്റ രാത്രി കൊണ്ട് താൻ അവളെ ഞെക്കിപ്പിഴിഞ്ഞ് നീരെടുത്ത് ചണ്ടിയാക്കിയത് ഞങ്ങളൊക്കെ അറിഞ്ഞിടോ. സർ ഇവിടെ വെച്ച് എന്നെ ഇൻസൾട്ട് ചെയ്യരുത്. എവിടെ വെച്ച് പറയണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. സർവീസിന് ഞാനാ സീനിയർ. ഞാൻ ചോദിക്കുന്നതിന് താൻ മറുപടി പറഞ്ഞാൽ മതി. എങ്ങനെയാണോ അവളെ കൊന്നത്? നിന്റെ ഹീമാങ്ങളി പൊതുജനത്തിനോട് മതി, പോലീസുകാരോട് വേണ്ട. ആ ചത്തോളം നീട്ടുള്ള സംബന്ധം ഞങ്ങൾക്ക് അറിയാവണ. അമ്മയുടെ ഫോട്ടോ. അയ്യോ, എന്താണ് തെറ്റ്? ഇന്നലെ രാത്രി നീ മായാപ്പിളെ ക്വസ്റ്റ്യൻ ചെയ്ത് മാനസികമായിട്ട് ശാരീരികമായിട്ട് തളർത്തി. എല്ലാം ഞങ്ങൾക്ക് അറിയാവണ. താൻ എന്ത് കോപ്പാണ് പറഞ്ഞത്? ഇതൊന്ന് കഴിഞ്ഞോട്ടെ, നിന്നെ കൊണ്ട് ഞാൻ ഇതിന് സമാധാനം പറയിപ്പിക്കും. ഞാൻ DGP ആണെങ്കിൽ ഇനി നീ കാക്കി വേഷം ഇടത്തില്ല. നീ സ്റ്റേറ്റ് പോലീസിൽ കാണത്തില്ലടാ. സാറിന് ഇത് തൊപ്പി അടിച്ചു വെച്ചിട്ട് ഒന്നുകൂടെ പറയാമോ? തൊപ്പി അടിച്ചു അടിച്ച് കരണക്കുറ്റി ഞാൻ പൊളിക്കോടാ പന്ന. എന്ത് ബുദ്ധിമുട്ടാണ് അത് ഇത്ര ആൾക്കാരെ മുമ്പിൽ വെച്ച്. ആഫ്റ്റർ ഓൾ ഈസ് എ DGP. സർ, കണ്ടവന് വേണ്ടി കുറയ്ക്കാൻ മാത്രം അറിയാവുന്ന ഇയാളോടല്ല ചോദിക്കേണ്ടത്. ഈ മരണം ആഘോഷിക്കുന്ന കുറെ മേലാളന്മാരുണ്ട് പവറോണിൽ. അവന്മാരോട് ഞാൻ ചോദിച്ചോളാം. എവിടാ നിന്റെ പവറോൺ സിൻഡിക്കേറ്റ്? ആദ്യം അന്വേഷിക്കുന്ന പവറോൺ സിൻഡിക്കേറ്റുമായി യാതൊരു ബന്ധവും എനിക്കില്ല. പവറോൺ പോയിട്ടൊരു 11 ജനറേറ്റർ വാങ്ങിക്കാൻ പോലുള്ള ത്രാണി എനിക്കില്ല. പിന്നെ ആരാടാ എന്നെ ഒന്നും ചെയ്തത് ഞാൻ പറയാം. നാം നമ്മെ പരിചയപ്പെടുത്തട്ടെ. ഇളയടത്ത് കൊട്ടാരത്തിലെ വിശാഖം തിരുനാൾ പ്രതാപവർമ്മ, യുവരാജാവ്. അതിലൊക്കെ അപ്പുറം ഈ പവറോണിന്റെ എല്ലാം ഇലക്ട്രിക്കൽ മാഫിയക്കെതിരെ നീ നടത്തിയ ഇൻവെസ്റ്റിഗേഷന്റെ പരിസമാപ്തി എന്റെ മുമ്പിലാവണമെന്ന് എനിക്ക് വാശിയുണ്ടായിരുന്നു. നീ നടത്തിയ ഓരോ നീക്കവും ഞാൻ വെട്ടിയത് നീ അറിഞ്ഞില്ല. അന്വേഷണത്തിന്റെ ഒരു ഭാഗത്തും എന്റെ മുഖം നീ തിരിച്ചറിഞ്ഞില്ല. നിന്റെ ഹാൻഡ് കഫിനുള്ളിൽ എന്റെ കൈകൾ വീഴില്ല. എന്റെ ഹാൻഡ് കഫിനുള്ളിൽ നിന്റെ കൈയും വീഴും. ഞാൻ ഒരുക്കുന്ന കൊലക്കയറിൽ നിന്റെ കഴുത്തും കുടുങ്ങൂടാം.